കൊല്ലായിട്ട് ഇതാരും തൊട്ടിട്ടില്ല. ഗൾഫ് പോന്നതിന്റെ അടുത്ത് ഇനി എന്തിനാ സൈക്കിൾ എന്ന് വിചാരിച്ചിട്ട് പോയതാ. മാറിന്ന് നോക്കുമ്പല്ലേ ഓരോ സാധനത്തിന്റെയും വില അറിയുന്നു. ഇത്രയും കാലം ഇത് ഈടി ഇങ്ങനെ പൊടിയും പിടിച്ച് കിടന്നിട്ട് ഒറ്റ ഒരുത്തനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് ഓടുന്ന സമയത്ത് എടാ സുധാകര ഒരിക്കൽ സൈക്കിൾ തരുവാന്നും പറഞ്ഞിട്ട് എല്ലാരും വരും. ഇപ്പൊ ആർക്കും വേണ്ട. ആനക്കെന്നെ അന്ന് മര്യാദക്ക് കിട്ടിയിട്ടില്ല. എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. എല്ലട പ്രകാശ കാവിലെ തെയ്യായിട്ട് നീ ഇന്ന് പഠിപ്പോവേന്ന്? ഓ ഓ പണ്ടൊന്നും പുതിയടത്തെ കാവിലെ തെയ്യത്തിന് ആരും പണിപ്പോവില്ല. ഇപ്പൊ എല്ലാവർക്കും തിരക്ക് എന്നെ തിരക്ക്. കാവ് തീണ്ടുന്ന സമയത്ത് ഉച്ചമല ഗംഗാട്ടനും കുനിയിലെ മൂന്നാട്ടനെല്ലാം തമ്മിൽ എന്തൊരു മത്സരേനും. ആരാദ്യം ഓടുവാന്നും പറഞ്ഞിട്ട് ഇപ്പല്ല എങ്ങനെയാന്ന് ആർക്കറിയാം. സമയത്തിന് ലീവ് കിട്ടിയോണ്ട് ഈ കൊല്ലം തെയ്യത്തിന് വരാൻ പറ്റും. അപ്പോഴേക്കും പ്രകാശം സാധനം വേണം പോലും. ഇവിടെ മനുഷ്യന്മാർ കാലുകുത്തിയില്ല. എല്ലാവർക്കും സാധനം വേണം. ഇനി വൈകുന്നേരം കുറെ എണ്ണം വരാനുണ്ട്. എല്ലാം മുഖന്നൊരാള് കേൾക്കുന്നുണ്ടാരാ? എല്ലാ സുഖമാട്ടാ. ഇങ്ങളപ്പ ഈന്റെ മേലെ കയറിക്കൂടി ഇനി ഞാൻ കണ്ടിട്ടില്ലേട്ടാ. വാ വാ. അല്ല, നീ ഇന്നലെ രാത്രി വന്നു യശോച്ചി പറയുന്ന കേട്ടു. രാവിലെ തന്നെ സൈക്കിൾ റിപ്പയറാ? സുഖമായിട്ട് നിങ്ങളൊന്നും ഇത് പിടിച്ചാട്ടെ. ആഴ്ചയുടെ കള്ളൊന്നും വെച്ചിട്ട് വരാടാ. ഓക്കെ, എന്തെങ്കിലും ഉപകാരത്തിന്. ഇപ്പൊ ആരുടെ ഇതെല്ലാം എടുക്കുന്നത്? ഗൾഫിന്ന് വന്നപ്പോ എല്ലാം ബൈക്കോ കാറോ വാടക എടുക്കലാന്ന്. നീ ഇപ്പോൾ ഇതിന്റെ മുകളിൽ തന്നെ സുഖോട്ടാ. ഇതാവുമ്പോ പെട്രോൾ അടിക്കാൻ പൈസ വേണ്ടല്ലോ. പിന്നെ തടിക്ക് നല്ലൊരു ഒശാർത്ഥം കിട്ടും. മതെല്ലാം കണ്ട ഇങ്ങള് സുഖോട്ടാ. വൈകുന്നേരം വന്ന 2 ഗ്ലാസ് കള്ള് തരുവാ. കള്ള് ഷാപ്പിൽ ആൾക്കാരുടെ കള്ള് കിട്ടുന്നില്ലടാ. നമ്മളെ കാര്യമെല്ലാം പോക്കാം. നെയ്ത്തുകാരും പീടിക്കാരെയും കണക്കെ നമ്മുടെ കാര്യമെല്ലാം പോക്കാടാ. എല്ലപ്പോ നിങ്ങളെല്ലാം വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെ കഴിഞ്ഞല്ലേ? അതെല്ലാം പണ്ടിടാ. ഇപ്പൊ എല്ലാം പോക്കാം. പോയിട്ട് കുറച്ച് പണിയുണ്ട്. എന്നാ വൈകുന്നേരം ക്ലബ്ബ് കാണാം. സുഖാട്ടാ. ഇപ്പൊ ലൈബ്രറിയിൽ ആരാണ്? അല്ല, നീ ഇത് ഏത് ലോകത്ത്? നീ ആരും വിളിക്കലില്ലേ? ഇപ്പൊ ലൈബ്രറി ഒന്നും തുറക്കല്ലടാ. നീ പുള്ളോരെ കാണണമെങ്കിൽ ആ ക്ലബിന് അപ്പുറത്തൊരു പോസ്റ്റ് ഇട്ടുണ്ട്. വൈകുന്നേരം നീ ആർത്തേക്ക് പാ. ആർന്നാണ് ഷെയർ ഇടല്.
അല്ല, നീ നിന്റെ ലച്ചുനെ കണ്ടില്ല? ഓള് തെയ്യത്തിന് വന്നിട്ടുണ്ട്. വിളിച്ചു, എത്ര കത്തുകൾ എഴുതി, ഒരു മറുപടി. ഒരുപാട് പ്രാവശ്യം വിളിച്ചു പോലും, ഒരുപാട് കത്തുകൾ എഴുതി പോലും. പൊതുമാപ്പെടുത്ത സമയത്ത് ലേബർ ക്യാമ്പിൽ പനിച്ചു പറിച്ചിരിക്കുമ്പോ ഇരുട്ട് നിറഞ്ഞ ആ റൂമിലേക്ക് വന്ന കേളോത്ത ബാലകൃഷ്ണനാ പറഞ്ഞ് നിന്റെ ലച്ചുവിന്റെ മംഗലാന്ന്. സൗമിനേച്ചി, അല്ലടാ നീ എപ്പാ വന്നിനി? ഞാനിന്നലെ രാത്രി വന്നിനി. എല്ലപ്പോ എന്തായത് കഥ? നിങ്ങളിപ്പോ ഷർട്ടെല്ലാം ഇട്ടിട്ടാ പണിക്ക് പോക്ക്. ഇന്നേടിയാനും പണി അക്കരെ കാണാട്ടന്റെ വയലില്ല. നാട്ടിലേടിയാടാ വയല്, വയലിലേടിയാടാ പണി. ഞാൻ അങ്ങ് ടൗണിലാ പണിക്ക് പോക്ക്. ടൗണിലാ? ആടിയാവുമ്പം ഏതെങ്കിലും മേസ്ത്രിമാരപ്പുറം പണിയുണ്ടാവും. ഇന്ന് വാർപ്പേനും പോയിട്ട് വേണം. തെയ്യല്ലേ, ചെക്കന്റെ കൂടെ കൊറേ ആളുകൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, നീ വരുമ്പോ എനിക്കൊന്ന് കൊണ്ടുവന്നിട്ടില്ലേ? ഓ, കൊണ്ടുവന്നിന് എടുത്തു വെക്കാം. ആ സൗമിനേച്ചി, ആ എരിഞ്ഞീന്റെ അടുത്ത് ഒരു ചേനത്തണ്ടന്റെ കളി പണ്ടേ ഉള്ളതാ, ഒന്ന് നോക്കി നടക്കണേ. ഏതെരിഞ്ഞിയുടെ കാര്യ നീ പറയുന്നേ? അപ്പൊ എരിഞ്ഞു മുറിച്ചൊന്നും നീ അറിഞ്ഞിട്ടില്ലേ? ഈ സൈക്ലോണ്ട് കളിക്കാണ്ട് ഒന്ന് പുറത്തെല്ലാം ഇറങ്ങി നോക്കടാ. സൗമിനേച്ചി പഴയ സൗമിനേച്ചി തന്നെ, ഒരു മാറ്റവും ഇല്ല. അല്ലട സുധാര, നീ ഇവിടെ തന്നെ കിടക്കോന്ന് വന്നിട്ട് പുറത്തൊന്നും ഇറങ്ങിട്ടേ. ഇതാര്? രാജീവനാ? എന്തുണ്ട് രാജീവ? നിനക്കിപ്പൊ ഗൾഫാറക്കാട്ടി മുമ്പാന്നല്ലടാ. ഒന്ന് ടയർ പിടിച്ചാട്ടെ. ഓ, 5-6 കൊല്ലം കൂടിയിട്ട് കാണുന്നതാണ്. എന്നിട്ട് വന്നവാട് നീ എന്നെ കൊണ്ട് ടയർ പിടിപ്പിക്കാന്ന്. 5-6 കൊല്ലം കൊണ്ട് രാജീവൻ രാജീവനല്ലാണ്ടാവുക. രാജീവൻ തന്നെയാണ്. പിന്നെ നാം പക്ഷേ സുത്താകരൻ ഇപ്പൊ വലിയ ഗൾഫുകാരനല്ലേ? എന്ത് ഗൾഫ്? പുറത്തിറങ്ങിയിട്ടില്ലെന്നാ നേരം വെളുക്കുമ്പോ മുതൽ കേൾക്കുന്ന സുധാരൻ വലിയ ഗൾഫുകാരനായി, സുധാരൻ വലിയ ഗൾഫുകാരനായി. ഞങ്ങൾക്കല്ലെന്നാ പറയുന്നേന്. രാജീവ, നീ ക്ലബിലൊന്നും പോക്കില്ലടോ? ഇന്ന് കാവിന് തെയ്യല്ലേ? പിള്ളേരെല്ലാം നേരത്തെ സൈഡായിട്ടുണ്ടാവും. പിന്നെ ക്ലബിലല്ലേ ഇപ്പൊ ആരാടാ പോകുന്നത്?
സുഖമായിട്ടും പറഞ്ഞു ലൈബ്രറിയിൽ നിന്ന് ഇപ്പൊ ആരും പോക്കില്ല. എല്ലട രാജീവ, നമ്മൾ എത്ര തെണ്ടി നടന്നിട്ടാണ് ഈ ലൈബ്രറിക്ക് വേണ്ടിട്ട് പുസ്തകങ്ങൾ ഉണ്ടാക്കി. ആർക്കും വേണ്ടണ്ടായാലും പിന്നെ എന്താണാ ചെയ്യല്? ആരും ഇല്ലാണ്ടായപ്പോ ഞാൻ കുറച്ചൊന്ന് ഇരുന്ന് നോക്കിയതാ. പക്ഷെ പുസ്തകം എടുക്കാൻ വേണ്ടിട്ട് ഒരു പൂച്ച കുഞ്ഞു പോലും വരുന്നില്ല. പിന്നെ ഞാനും ആ പരിപാടി അങ്ങ് നിർത്തി. രാജീവ, നിനക്ക് ഓർമ്മയുണ്ടാ നമ്മൾ ഈ സൈക്കിളിൽ ഏടിയെല്ലാം കറങ്ങീനി? കാവായ കാവല്ലോ. നമ്മൾ ഈ സൈക്കിൾ മെല്ലേ പോക്ക്. നിനക്ക് ഇപ്പൊ ഈ കാവും സൈക്കിളും ഇത് തന്നെയാണ് എല്ലാ ഗൾഫുകാരും പറയുന്നത്. നിങ്ങൾക്കുള്ളൊരു വിചാരമുണ്ട് എല്ലാം പഴയത് മാത്രമേ ഇല്ലു നല്ലത്. പഴയതിലുണ്ട് നല്ലത്, പുതിയതിലുണ്ട്. നീ ഈ സൈക്കിൾ എടുത്തിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയേ, പിള്ളേർ നിന്നെ കൂക്കി വിളിക്കും. പിന്നെ കാവിലെ തെയ്യത്തിനെ കാണിക്ക ഇപ്പാള് ആത്ര പിടിയല്ലേ എണീറ്റ് വിടാന്റെ സ്വാമിന്റെ അടുത്താണ്. എണീറ്റ് വിടാനെന്താ സ്വാമിയാ? അതെന്നാന്നട സാധനം. ആനന്ദസ്വാമി അങ്ങനെ എന്താന്ന് പേര്, നമ്മളിപ്പോ അങ്ങനെ വിളിക്കരുത്. ശരി സുധാര, ഇപ്പൊ പിള്ളേരൊന്നും ക്ലബിലേക്ക് വരില്ലടാ. സുഖമാട്ടം പറഞ്ഞിട്ടുണ്ടാവല്ല, ആ ക്ലബിന്റെ അപ്പുറത്തൊരു ഇലക്ട്രിക് പോസ്റ്റിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോ എല്ലാം അതിന്റെ മേലെയാണ് നിരന്നിരിക്കരുത്. ഇടക്കിടക്ക് ഞാനും ഇപ്പൊ അവിടെ തന്നെയാണ് ഇരിക്കരുത്. അപ്പൊ ക്ലബിൽ ഇപ്പൊ മീറ്റിംഗ് ഒന്നും വിളിക്കില്ലേ? മീറ്റിംഗ് അതിന്റെ കാര്യമാണ്. മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞാല് അന്ന് ഇലക്ട്രിക് പോസ്റ്റിന്റെ മേലെ പോലും ഒറ്റ ഒരുത്തനെ കാണൂല. അഥവാ നിർബന്ധിച്ചിട്ട് വീട്ടിൽ പോയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം പറയും, എന്തിനാന്ന് വന്നിട്ട് നിങ്ങൾക്ക് ആഗോളവൽക്കരണം പറയാനല്ലേ എന്ന്. തോറ്റം കേൾക്കുന്നു, വെള്ളോട്ടം ചെയ്യാൻ നീ കാവലിക്ക് വരില്ല. ഇവിടെ എന്ത് വേഷാണ്? ഒന്ന് കുളിച്ച് മുണ്ടലിട്ടിട്ട് കൊറേ കാലം കൂടിയിട്ട് കണ്ടാന്ന് നിന്റെ ഓരോ പഴമ്പൂരാണെന്ന് ഇങ്ങനെ കേട്ടിട്ട്. രാജീവ, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഇന്ന് ഈ സൈക്കിളും വലിയ കാവിലേക്ക് പോയാലോ? നിനക്ക് ഭ്രാന്തണ്ടാ? എന്നെ കൂടെ പറയണ്ട വെറുതെ. നിന്റെ ഒരു ലൊട്ടിലൊടുത്ത് സൈക്കിള്. ഒരു കാര്യം ചെയ്യും, നീ ഇതെല്ലാം ശരിയാക്കിയിട്ട് മെല്ലെ അങ്ങ് കാവിലേക്ക് വാ. ഞാൻ ആരും ഉണ്ടാവും. പിന്നെ അധികം നേരം വൈകിയാലും ഞാനായിട്ട് ഉണ്ടാവില്ല. ഇപ്പോ മുമ്പത്തെ പോലെ ഉറക്കം നയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഒരുപാട് പ്രാവശ്യം ഇതിന്റെ മേലെ നിന്ന് കസർത്ത് കളിച്ച രാജീവൻ ഇപ്പൊ ഇത് ലൊട്ടിലൊടുക്ക് സൈക്കിള്. എല്ലാവർക്കും തിരക്കാ, കാല് നിലത്ത് കുത്താൻ കഴിയാത്ത തിരക്ക്. എല്ലാരും ഓടുകയാ, എല്ലാരും ബെറല് പിടിച്ച് ഓടുകയാ, എങ്ങോട്ടൊന്നില്ലാണ്ട്. കാവിലെ തെയ്യത്തിനാളില്ല, നാട് വേണ്ട, നാട്ടുകാര് വേണ്ട, എല്ലാവർക്കും ഇപ്പോ ആൾ തെയ്യം മതി. എന്നും കുടിച്ചും ഒരുതരം മയക്കത്തിലാ എല്ലാരും. ചോദിക്കേണ്ടത് ചോദിക്കാൻ കഴിയാണ്ട്, പറയേണ്ടത് പറയാൻ കഴിയാണ്ട് എല്ലാരും ഒരുതരം ഓട്ടത്തിലാ. ഞാനെന്താ ഈ വേഗതക്കെതിരാ? പക്ഷെ ഒന്നുണ്ട്, റേസുകാരങ്ങൾ ചീറിപ്പായുന്ന റോട്ടിലൂടെ എന്റെ ഈ സൈക്കിളിനും പോകാൻ ഒരു ഇടമുണ്ടാണോ? എന്തായാലും ഞാൻ ഒന്ന് തീരുമാനിച്ചു. പുതിയടത്തക്കാവിലെ തെയ്യത്തിന് ഇന്ന് ഞാൻ എന്റെ ഈ സൈക്കിളിലാ പോവുക. ഈ നാട്ടുവഴിയിലൂടെ, ഈ പാടവരമ്പത്തൂടെ. ഓരോ സൈക്കിൾ യാത്രയും ഓരോ അതിജീവനമാണ്. മാനവ സമൂഹത്തിന്റെ അടങ്ങാത്ത ഇച്ഛാശക്തിയുടെ അടയാളങ്ങൾ. ഇവിടെ ഒരു സാധാരണ മനുഷ്യനും അയാളുടെ പഴയൊരു സൈക്കിളും പ്രയാണം തുടരുകയാണ്.